പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാവയ്ക്ക വെച്ചൊരു അടിപൊളി അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാവയ്ക്കൊക്കെ കഴുകി നല്ലതുപോലെ വെള്ളം വാരാൻ വേണ്ടി ഞാൻ വെച്ചതായിരുന്നു. ഇനി നമുക്കിതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. പാവയ്ക്ക കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ചിലർക്ക് പാവയ്ക്ക കഴിക്കുമ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, വയറിന് പ്രോബ്ലമോ അങ്ങനെ ചെറുതായിട്ടൊക്കെ. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് തന്നെയാണ്. ഇതിനകത്ത് നിറച്ച് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പിന്നെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ്. കറി വെച്ച് കഴിക്കുന്നതും ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ നല്ലതാണ്. ചിലർക്ക് ഈ പാവയ്ക്ക ഇതിൻ്റെ കയ്പ്പ് കൊണ്ട് തന്നെ ഇഷ്ടമില്ല. പക്ഷേ കുറേ പേർക്കൊക്കെ ഈ പാവയ്ക്ക ഇഷ്ടമാണ്. പലതരത്തിൽ ഇത് കുക്ക് ചെയ്യും. ചില കുക്കിംഗ് പ്രോസസ്സ് ഇതിൻ്റെ കയ്പ്പ് അറിയേയില്ല. ഇതുകൊണ്ട് തോരൻ വയ്ക്കാം. പാവയ്ക്ക അച്ചാറുണ്ടാക്കുമ്പോൾ ഞാൻ റെഡ് ചില്ലി പൗഡർ യൂസ് ചെയ്യാറില്ല. ഈ എരിവുള്ളതും എരിവില്ലാത്തതും രണ്ട് മുളകും കൂടി മിക്സായിട്ടാണ് ഉപയോഗിക്കുക. ഈ എരിവില്ലാത്ത മുളക് പാവയ്ക്കയുടെ കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അത് ഉപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ മുളകും നമ്മുടെ അരിഞ്ഞു കഴിഞ്ഞു, പാവയ്ക്ക അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അച്ചാറിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു കഷ്ണം കായവും കുറച്ച് ഉലുവയും കൂടിയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് അധികം നേരം ഇടണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വയ്ക്കാം. തണുത്ത് കഴിഞ്ഞു. ഇനി മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ മസാല. ഇനി ആ ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. നല്ലെണ്ണയിലും ഉണ്ടാക്കാം ഇത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. കുറച്ചധികം തന്നെ വെളുത്തുള്ളി, വലുതാണെങ്കിൽ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയതാണെങ്കിൽ അങ്ങനെ തന്നെ ഇടുക. കൂട്ടത്തിൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായി വഴറ്റണം. ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ മുളകിലൊക്കെ നന്നായി ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ്. ഇനി നേരത്തെ അരിഞ്ഞു വെച്ച പാവയ്ക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പാവയ്ക്ക അച്ചാറിന് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം നമുക്കൊന്ന് പാവയ്ക്ക കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. പാവയ്ക്ക ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കളർ മാറി വരുന്നവരെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് പാവയ്ക്ക. അതായത് ചില പാവയ്ക്കൊക്കെ ഇങ്ങനെ ജസ്റ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല ഇതിനകത്തേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വൈറ്റ് വിനീഗറാണ്. ഒരു 4 ടേബിൾ സ്പൂണാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ മസാല പൊടിച്ച മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ പൊടിയൊക്കെ ഇതിലേക്ക് ചേർന്ന് കിട്ടും. ഇനി വിനീഗറും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായി മിക്സ് ആക്കണം. ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് നല്ലെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിന് നല്ലെണ്ണയിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഫുൾ നല്ലെണ്ണ
ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കിയത്. പിന്നെ ലാസ്റ്റ് നല്ല മണത്തിന് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു. ഇപ്പോൾ ഇതേ അച്ചാറൊക്കെ ചൂടാറി. ഇനി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചോറിൻ്റെ കൂടെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കേടാവുകയില്ല, നല്ല ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ പാവയ്ക്കയുടെ സീസണാണ്, മഴക്കാലം, വിലയും കുറവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. കുപ്പിയിൽ നിറച്ചതിന് ശേഷം മുകളിലും കുറച്ച് നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.